രുചി ഗോൾഡിൻ്റെ പാം ഓയിൽ ഒന്ന് വാങ്ങിയതാണ്. ആ വാങ്ങി ഇപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ ചില സാധനങ്ങൾ ഇങ്ങനെ ഓടിക്കളിക്കുന്ന പോലെ എനിക്ക് തോന്നിയപ്പോൾ ഒന്ന് അരിപ്പയിലൊന്ന് തുണിയിലൊന്ന് അരിച്ചെടുത്തതാണ്. അരിച്ചെടുത്തപ്പോൾ ഇതുപോലൊരു വസ്തു കിട്ടി. അത് എന്താണ് എന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നത് ഇത് വാക്സ് ആണെന്ന് തോന്നുന്നു, പാരഫിൻ വാക്സ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഈ രുചി ഗോൾഡ് വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇത് എന്താണ് എന്ന്. ഏതായാലും ഇതൊന്ന് ഉരുക്കി നോക്കണം. ഇത് ഉരുകുന്നുണ്ടെങ്കിൽ ഇത് വാക്സ് ആണെന്ന് ഉറപ്പാക്കാം. ഇത്രയും സാധനം ഒരു 1/2 കിലോയുടെ ഒരു രുചി ഗോൾഡ് വാങ്ങിയപ്പോൾ കിട്ടിയ സാധനമാണിത്. എന്തായാലും ആളുകളൊക്കെ 10-35 വയസ്സിലും 40 വയസ്സിലും ഒക്കെ കുഴഞ്ഞു വീണ് മരിക്കുകയും ഹാർട്ട് അടിച്ചു പോവുകയും ബ്ലോക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം ഇതാണ്. ഹോസ്പിറ്റലുകാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണോ ഇതുപോലെയുള്ള കമ്പനികൾ മനുഷ്യർക്ക് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഏതായാലും ഇത് വാങ്ങുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇത്രയും സാധനമാണ് എനിക്കിവിടെ കിട്ടിയത്. ഞാനിത് ഒന്ന് ഉരുക്കുകയാണ്. ഉരുക്കിയപ്പോൾ വളരെ നന്നായിട്ട് ഇത് ഉരുകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ഇത് പാരഫിൻ വാക്സ് തന്നെയാണ്. ഇത് ആറിക്കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഞാനിത് തണുക്കുമ്പോൾ ഈ അവസ്ഥയിലാകുന്നുണ്ടോ ഒന്നുകൂടി ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഉരുകി ഇപ്പോൾ നന്നായിട്ട് ഉരുക്കി കഴിഞ്ഞു, വെള്ളം പോലെയായി. അപ്പോൾ ഇത് പർപ്പസായിട്ട് ഇതിൽ പാരഫിൻ വാക്സ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചൂടാക്കി അപ്പോൾ വെള്ളം പോലെയായി. ഇനി ഇത് ഒന്ന് തണുപ്പിച്ചതാണ്. തണുപ്പിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ രൂപത്തിൽ തന്നെയായി. അപ്പോൾ ഇത് ഉറപ്പിക്കാം, ഇത് പാരഫിൻ വാക്സ് ആണ്. ഒരു കാരണവശാലും രുചി ഗോൾഡ് ഈ സാധനം നമ്മുടെ വീട്ടിൽ കയറ്റാൻ പാടില്ല. എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് മുംബൈയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഏതായാലും എല്ലാവരും ശ്രദ്ധിക്കുക, ഈ രുചി ഗോൾഡ് ആരും തന്നെ വാങ്ങരുത്. കണ്ടോ, വീണ്ടും ഞാൻ ഇത് ചൂടാക്കിയതിന് ശേഷം വീണ്ടും തണുത്ത് കഴിഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ പരുവത്തിലായി. ഇത് നമ്മുടെ ഉള്ളിൽ ചെന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ.